ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗെയിംസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് ധനൻസിക്ക്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്ക്രാച്ച് എന്ന പേരുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്ക്രാച്ച് എന്ന് പറഞ്ഞ വെച്ചൊരു ബ്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സ്ക്രാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ വലിയ ഗെയിംസൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാലും അത് രസമായിരിക്കും. പിന്നെ കോഡിങ് പഠിച്ചു തുടങ്ങാനാണെന്ന് വെച്ചാൽ ഇത് തന്നെ സ്ക്രാച്ച് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റിയ പോയിന്റ്. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാനൊരു ബോണസ് ടിപ്പും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. മൊബൈലിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. സ്ക്രാച്ചിന് 3 വേർഷൻ ആണുള്ളത്. സ്ക്രാച്ച് 1, 2 അതേപോലെ തന്നെ 3. അതായത് ഇപ്പോൾ 3 ആണ് വേർഷനുള്ളത്. 1ഉം 2ഉം ചിലപ്പോൾ നിങ്ങൾ ഉബണ്ടു ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാമിങ് എന്നുള്ള ഓപ്ഷൻസിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്ക്രാച്ച് 3 എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാൻ വിൻഡോസിൽ മാത്രമേ പറ്റൂ. വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഉബണ്ടു ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മൊബൈലിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തന്നെ, അല്ലെങ്കിൽ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് വെച്ചാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തന്നെ സ്ക്രാച്ച് ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ കാണുന്ന ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈലാണെന്ന് വെച്ചാൽ ഗൂഗിളിൽ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ഗൂഗിളിൽ സ്ക്രാച്ച് എന്ന് സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ആണിത്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഇത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ട്യൂട്ടോറിയൽസ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ഗെയിംസും അനിമേഷൻസും ഒക്കെ ഉണ്ടാക്കണം ഇതുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സിമ്പിളായിട്ട് ഗെയിംസ് ഉണ്ടാക്കാനുള്ള കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ സ്ക്രാച്ച് വർക്ക് ആവുന്നത് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വലിയ വലിയ ഗെയിംസുകൾ ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സ്ക്രാച്ച് 3 ഗെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഗെയിംസിൻ്റെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഗെയിംസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കോഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കും. ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമുകൾ മാത്രമല്ല മറ്റുള്ളവരുണ്ടാക്കിയ സ്ക്രാച്ച് കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ളവരുണ്ടാക്കിയ ഗെയിംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ സ്ക്രാച്ച് എന്ന് സെർച്ച് ചെയ്തിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു എക്സ്പ്ലോർ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് അവർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് കളിച്ച് നോക്കാനും പറ്റും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ആ സ്ക്രാച്ച് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.